ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? ഭയങ്കര മഴയല്ലല്ലോ, ഉരുളുപൊട്ടലും വെള്ളപ്പൊക്കവും ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. എൻ്റെ കൂട്ടുകാരെല്ലാം സേഫല്ലേ? സേഫായിരിക്കണം എല്ലാവരും. ഇപ്പോൾ മഴയൊന്നും വരുമ്പോൾ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങുകയൊന്നും ചെയ്യരുത് കേട്ടോ. എൻ്റെ കൂട്ടുകാരെല്ലാം സേഫായിട്ടിരിക്കണേ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഞാൻ ഓർത്തു എൻ്റെ കൈക്കൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്, കുറഞ്ഞ് വന്ന് തുടങ്ങി. പിന്നെ ഇനി ഉണങ്ങാനുണ്ട്, കുറച്ചും കൂടെ ഉണങ്ങിയിട്ടില്ല. ഡ്രസ്സിങ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് തന്നെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ്, കുറവുണ്ട്. പിന്നെ അമ്മമാരെ കൊണ്ട് ഒത്തിരി അങ്ങ് ചെയ്യാനൊന്നും അവരെ കൊണ്ടൊന്നും പറ്റില്ല. കാരണം ഞാൻ തന്നെ എല്ലാം അങ്ങ് ചെയ്തു തുടങ്ങി കൈ കൊണ്ടൊക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൈക്ക് നീരും വേദനയൊക്കെയുണ്ട്. അതിന് കുറച്ച് നേരത്തെ അങ്ങ് സഹിച്ചിരുന്നു, അവരെ പട്ടിണിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കൂട്ടുകാർ, പിന്നെ ഞാനൊരു കറി കണ്ടു. ഞാൻ ഓർത്ത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാമെന്നോർത്ത്. അപ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന് ഓർത്തുകൊണ്ട് ഇച്ചിരി കുറയുമ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണാൻ വരണ്ടേ, എൻ്റെ കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരോട്. അത് കാരണം വന്നു. അപ്പം ഞാൻ ഇന്ന് കറി വയ്ക്കുന്നത് ചേമ്പുന്നാൾ. എല്ലാവരുടെ അടുത്തുണ്ടല്ലോ ചേമ്പുന്നാളൊക്കെ. അപ്പം ഞാൻ ഇന്ന് ഇത് തോരൻ വെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പം ഞാനത് ഇങ്ങനെ തോല് ഊരി വെക്കണം. ഇല്ല ചൊറിയും കേട്ടോ. എൻ്റെ ചേച്ചിമാർക്കൊക്കെ അറിയാവുന്നതാണ് ഇതൊക്കെ. എൻ്റെ ചേച്ചിമാർക്ക്, അമ്മമാർക്കൊക്കെ, അമ്മച്ചിമാരൊക്കെ അറിയാവുന്നതാണ് എല്ലാവർക്കും. എല്ലാവരും പണ്ട് കാലത്ത് ഇതൊക്കെയല്ലേ കറി വെക്കുന്നതല്ലേ. ഇത് വൃത്തിയാക്കിയിട്ട് എല്ലാ തോലും കളഞ്ഞ് ഇത് വരണമുണ്ട്. ഇത് അതിലിടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അരിയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വൃത്തിയാക്കി എടുത്തു. ഇങ്ങനെ എല്ലാം മുറിച്ച് ഇങ്ങനെ ആക്കും. ചെറുതായിട്ട് വലിയ ചേനത്തണ്ടം പോലെ ആക്കിയിട്ടത് ഇങ്ങനെ ആക്കിയിടുക. ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ചെറുതായി അരിഞ്ഞ് നല്ല ടേസ്റ്റാട്ടോ. എനിക്കിഷ്ടപ്പെട്ട കറിയത് ഇങ്ങനെ ചേമ്പുംതാൾ തോരനും ഒരു ഉണക്കമീൻ വറുക്കും. നല്ല അടിപൊളി കറിയാണ് തോരൻ കറി. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെയൊക്കെ ഉണ്ടോ ഏറ്റവും. അപ്പോൾ ഇനി ഇച്ചിരി കൂടി നീളം വന്നാണ് ഇതുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ബാക്കി. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്ത് ഇനി നമുക്കിത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ കഴുകി തോല് പൊളിക്കുന്നതിന് മുമ്പ് നല്ല വൃത്തിക്ക് കഴുകിയൊക്കെ വേണം കേട്ടോ. ഇതിൻ്റെ തോല് വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കഴുകണം. കഴുകി എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് ശരിക്കും ഇതിൻ്റെ നീര് കളയണം. ഇതിൻ്റെ ചൊറിയും. നന്നായിട്ട് തിരുമ്മണം. ഉപ്പിടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതൊക്കെ പോകാൻ വേണ്ടിയാണ്. ഉപ്പൊക്കെ നന്നായിട്ട് രണ്ട് കൈയും കൂടെ കൂട്ടി നന്നായിട്ട് നമ്മൾ അത്ര ആക്കി വെച്ചപ്പോൾ തിരുമ്മി കഴിയുമ്പോൾ കേട്ടോ ചുങ്ങിപ്പോയത്. ഇനി ഇത് വഹം കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് തിരിഞ്ഞിട്ട് ഇനി നമുക്കിത് പിഴിയാം. ഇതിൻ്റെ നീര് പോകണം. ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. അങ്ങനെ ഇതെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം പിഴിഞ്ഞെടുത്ത് ഇപ്പം ഇത്രയേ ഉള്ളൂ. അത്രയും ആ വലിയ പാത്രം നിറച്ച് വന്നായിരുന്നിട്ട് ഇത്രയേ ഉള്ളൂ. പണ്ട് കാലത്ത് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ തന്നെയല്ലേ വെച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആരും അങ്ങനത്തെ ഒന്നും വെച്ച് കഴിക്കുന്നില്ല. ഇറച്ചി, മീൻ എളുപ്പ പരിപാടികളല്ല എല്ലാവരും. എന്നാലും
പിന്നെ എല്ലാവർക്കും കൂട്ടാൻ കൊതിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാക്കൂന്നേ അങ്ങനെ. പക്ഷേ ഇതൊന്നും കഴിക്കാൻ കിട്ടാത്ത ഈ ടൗണിൽ താമസിക്കുന്നവർക്കും ദേശത്തുള്ളവർക്കൊന്നും ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അവർക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെയൊക്കെ ആക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ കൊതിയാവും, പാവം അല്ലേ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അങ്ങനെ നമ്മുടെ ചീഞ്ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കാം നമുക്ക്. പച്ചെണ്ണ ഒഴിച്ചു, ചൂടാവട്ടെ. ബ്രെഡിൽ ഇടാം. വെള്ളം വീഴുന്ന ഒച്ച കാരണം പറയുന്ന കേൾക്കുന്നുണ്ടോ പോലും അറിയത്തില്ല. കടുക് പൊട്ടട്ടെ. അങ്ങനെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പത്തലമുളക് ചതച്ച് വെച്ചത് ഇടുക. അതൊരു ചെറിയ മൂപ്പ് വരുന്നുണ്ട്. മൂപ്പായി. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇടാം. സബോള കേട്ടോ, ഇത് വലിയ സബോളയാണ് ഇട്ട്. ഇത് നന്നായിട്ട് ഇതാക്കി. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. എല്ലാം നോക്കാം. ഈ കാര്യം മറന്നു പോയില്ല. ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിച്ച കൂടെ ഒരു ലേശം ജീരകം ഇടണം. രണ്ടുപേരും എന്തോ ഓർത്ത് മറന്നു പോയിട്ടത്. അപ്പം അത് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേണ്ട ഇളക്കം വെക്കട്ടെ. അങ്ങനെ ഉള്ളിയൊക്കെ പകുതി ഇതായി. ഇനി പച്ചമുളക് ഇടാം നമുക്ക്. എരിവൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. കറിക്കൊക്കെ ഇച്ചിരി എരിവൊക്കെ വേണം. പച്ചമുളക് ചതച്ചിട്ട കാരണം പച്ചമുളക് കുറച്ച് പാകത്തിന് എടുക്കാൻ മതി. ഇനി നമുക്ക് കരിവേപ്പില, കരിവേപ്പിലൊക്കെ നന്നായിട്ട് ഇഷ്ടം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഉള്ളിക്കകത്ത് ലേശം ഉപ്പിടാം. നമുക്ക് കറിക്കകത്ത് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ ഇതാക്കിയിട്ട്. അപ്പോൾ ഒരു പൊടിയിട്ട് ഉള്ളി മാത്രം. ഉള്ളിക്കൊരു ഉപ്പൊക്കെ പിടിക്കണമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ, ഇടുക. തേങ്ങ ഇട്ട് 2 മിനിറ്റ് ഇളക്കുക. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചേമ്പും താളിടാം. നന്നായിട്ട് ഇളക്കി വെക്കുക.
ഉള്ളീൻ്റെയൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തട്ടിപ്പൊത്തി വെക്കാം കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കരുത്. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി നോക്കാം. അടിപൊളി തോരൻ റെഡിയായി കേട്ടോ. വഴിയെ കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കൂടെ വെള്ളം വരുന്നില്ലേ. നമ്മുടെ നാടൻ കറികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് തോരൻ വെച്ച് കണ്ടില്ലേ. നമുക്ക് കൂട്ടി കാണിച്ചു തരാം. അടിപൊളി തോരൻ കറി എല്ലാം പാകത്ത്, വെള്ളമൊന്നുമില്ല, വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ നല്ല വെള്ളമൊക്കെ ആവണം, ആവി കിടന്ന് വേവണം. ആവി ഇറക്കുന്ന ചോറ്, ആവി ഇറക്കുന്ന ചേമ്പന്താൾ തോരന് അടിപൊളിയായിട്ട് കഴിച്ച് കഴിഞ്ഞ് ഇതാ ഞാൻ പറഞ്ഞാൽ ഇളക്കുന്നത് മുള്ളനാട്ടോ എൻ്റെ കൂട്ടുകാരനെ. നല്ല ടേസ്റ്റ്. അപ്പം നല്ല ആവി ഇറക്കുന്ന ചോറും ചെമ്മന്താൾ തോരനും നല്ല അടിപൊളിയായിട്ട് കേട്ടോ. അപ്പം ഇതേപോലെ എൻ്റെ കൂട്ടുകാരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയണേ. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബായ്.